ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. ഒരു കഥ വായിച്ചതോർക്കുകയാണ്. ഹിമാലയം ഇടക്കാൻ വേണ്ടി ഇറങ്ങിയ ഒരാൾ. ശൈത്യകാലത്ത് യാത്രക്കിടെ അയാൾ ഒരു സത്രത്തിൽ മുറിയെടുത്തു. സത്രക്കാരൻ ചോദിച്ചു, അതിശൈത്യമാണ്, കനത്ത മഞ്ഞുവീഴ്ചയിൽ എങ്ങനെയാണ് ഹിമാലയത്തിന് മുകളിലെത്തുക? അത് ന്യായമായിട്ടുള്ള ചോദ്യമാണ് അല്ലേ? അപ്പോൾ ഈ പർവ്വതാരോഹകൻ പറഞ്ഞ മറുപടി ഇതാണ്: എൻ്റെ മനസ്സ് പണ്ടേ അവിടെ എത്തിക്കഴിഞ്ഞതാണ്, ഇനി ശരീരം അതിനെ പിന്തുടർന്നാൽ മതി. എന്താണ്? മനസ്സ് പണ്ടേ അവിടെ എത്തിച്ചേർന്നതാണ്, ഇനി ശരീരം അതിനെ പിന്തുടർന്നാൽ മതി. എത്തിച്ചേരാൻ ഒരു കാരണമുള്ളവർ അതിനും മാർഗം അഥവാ വഴി കണ്ടെത്തിയിരിക്കും. അല്ലാത്തവർ രക്ഷപ്പെടാനുള്ള കാരണവും. ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും ഇറങ്ങിത്തിരിച്ചിട്ട് പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നവരും, ഒന്നും പൂർത്തീകരിക്കാതെ എന്ന് പറഞ്ഞാൽ പ്രാരംഭ ശുചിത്വം, എല്ലാം ആരംഭിച്ചു വെക്കും, ഒന്നും പൂർത്തീകരിക്കില്ല. പരാജയ ഭീതിയാകാം, അല്ലെങ്കിൽ അപകർഷതാബോധമാകാം, അല്ലെങ്കിൽ ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് ആകാം. പല കോഴ്സുകൾക്ക് പോകും, പല പരീക്ഷകൾക്ക് പോകും, ഒന്നും പൂർത്തീകരിക്കത്തില്ല. പല ജോലികൾക്ക് ഇറങ്ങും, ഒന്നിലും ശോഭിക്കാത്ത അവസ്ഥകൾ. അപ്പം ഇങ്ങനെയുള്ളവരോട്, നമ്മളോട്, അതുപോലെ ആത്മീയ ശുശ്രൂഷയിലും ഇതാ ആദ്യം കാണിക്കുന്ന ആ താല്പര്യം പിന്നെ വൈമുഖ്യമായി മാറും, ഒരു മുരടിപ്പ് അനുഭവപ്പെടുന്ന അവസ്ഥ. അപ്പോൾ എന്തുകൊണ്ടാണ്? നമ്മുടെ ഉള്ളിലുള്ള സ്വപ്നങ്ങളും പുറമേയുള്ള പ്രതിബന്ധങ്ങളും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് നേട്ടങ്ങളിലേക്കുള്ള യാത്ര. ഗോട്ട് ദ പോയിന്റ്? ഉള്ളിലുള്ള സ്വപ്നങ്ങളും പുറമേയുള്ള പ്രതിബന്ധങ്ങളും തമ്മിലുള്ള പോരാട്ടമാണ് നേട്ടങ്ങളിലേക്കുള്ള യാത്ര. അതിന് ഇതൊന്നും തടസ്സമല്ല. പ്രായമോ സമയമോ കാലമോ രോഗമോ വാർദ്ധക്യമോ ഒന്നും ഒരു തടസ്സമല്ല. ഞാനിത് പറയുക മാത്രമല്ല, ഇപ്പോൾ എനിക്ക് 50-ാമത്തെ വയസ്സായി. കഴിഞ്ഞ വർഷമാണ് എൻ്റെ ജീവിതത്തിൽ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിലും സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചപ്പോൾ എനിക്കുണ്ടായിരുന്ന സങ്കടം ഇതാണ്: സ്പോർട്സിൽ ഒരു മിന്നുന്ന പ്രകടനങ്ങൾ കാഴ്ചവെക്കണം, കായികക്ഷമതയിൽ കഴിവുള്ളവനാകണം. ഭയങ്കര ആഗ്രഹമാണ്. എല്ലാ ദിവസവും സ്കൂൾ കഴിയുമ്പോൾ എക്സസൈസ് ചെയ്യാനൊക്കെ നിൽക്കാൻ പറയും താല്പര്യമുള്ളവർ. പരിശീലനങ്ങളൊക്കെ ഉണ്ട്. അവസാനം സെലക്ഷനൊക്കെ വരുമ്പോൾ ദയനീയമായിട്ട് റിജക്ഷനാണ്. ഓരോ വർഷവും അങ്ങനെയാണ്. പക്ഷേ ദൈവത്തിന് കാലവും സമയമൊന്നുമില്ല. കഴിഞ്ഞ വർഷം എൻ്റെ 49-ാമത്തെ വയസ്സിൽ ഹൈദരാബാദിൽ നടന്ന മാസ്റ്റേഴ്സ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ എനിക്ക് വിജയം നേടാനായിട്ട് സാധിച്ചു. ഇപ്പോൾ ഈ വർഷം 50-ാമത്തെ വയസ്സിൽ കേരള കോഴിക്കോട് വെച്ച് നടന്ന കേരളയിലും ഇതുപോലെ തന്നെ കേരള തലത്തിലുള്ള കോമ്പറ്റീഷനിലും ഇതുപോലെ വിജയം നേടിയിട്ട് ഇരിക്കുന്ന അവസരമാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം പങ്കുവച്ചു എന്ന് മാത്രം, ഒരു അഹങ്കാരമായിട്ട് കണക്കാക്കരുത്. അങ്ങനെ തോന്നിയാലൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. കാരണം ചെറുപ്രായത്തിൽ കിട്ടാതിരുന്ന ഒരു കാര്യം ഈ പ്രായത്തിൽ ഇങ്ങനെ കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും ഇല്ല. അങ്ങനെ ചിന്തിക്കാൻ പാടില്ലെന്ന് വിചാരിച്ചാലും ഇതൊരു വലിയ നേട്ടമാണ്. കാശും പണവും ഉണ്ടായതുകൊണ്ട് മാത്രം ഒരു കാര്യമില്ല. ചില നേട്ടങ്ങളും മികവുകളും കഴിവുകളും ഒക്കെ പുറത്തു വരുന്നത്, നേടിയെടുക്കാൻ പറ്റുന്നത് ജീവിതത്തിൻ്റെ ചിലപ്പോൾ അങ്ങേയറ്റത്തായിരിക്കും. അപ്പോൾ ഇതൊന്നും നമ്മുടെ കയ്യിലല്ല. പക്ഷേ നമ്മുടെ പരിശ്രമവും പ്രാർത്ഥനയും നിരന്തരം ഏത് വിജയത്തിനു പിന്നിലും ആവശ്യമാണ്. OET IELTS പരീക്ഷ തുരുതുരാ പൊട്ടി ഇനി ഇത് എഴുതുന്നില്ല, അല്ലെങ്കിൽ എഴുതിയിട്ട് കാര്യമില്ല, മടുത്ത് ശപിച്ചൊക്കെ പറഞ്ഞിരുന്ന പലരും അത് മറിഞ്ഞ്. അതുമാത്രമല്ല മനുഷ്യൻ്റെ ജീവിതത്തിലെ കാര്യം, ജീവിതത്തിലെ പല പരീക്ഷണങ്ങളിലും പ്രലോഭനങ്ങളിലും പരീക്ഷകളിൽ മാത്രമല്ല പരാജയപ്പെട്ട പലരും ഇതുപോലെ കണ്ടുമുട്ടാറുണ്ട്. അവർ ജീവിതത്തിൻ്റെ ചവിട്ടുപടികൾ കുതിച്ച് കയറി ഉന്നത മേഖലകളിൽ ശുശ്രൂഷകളിലൊക്കെ വിരാജിക്കുന്നവരായിട്ട് തീർന്നു. അപ്പോൾ പാതി വഴിയിൽ യാത്ര അവസാനിപ്പിച്ചവരെല്ലാം പിൻവാങ്ങിയത് മുന്നിലെ തടസ്സങ്ങൾ വലുതായത് കൊണ്ടല്ല, നമ്മുടെ കാഴ്ചപ്പാടുകൾ വികലമായതും മുറിപ്പെട്ടതും കൊണ്ടാണ്.
ഉള്ളിലെ ആഗ്രഹം ചെറുതായതുകൊണ്ടാണ്, ചുരുക്കി പറഞ്ഞ. മുന്നിലെ തടസ്സങ്ങൾ വലുതായത് കൊണ്ടല്ല. എൻ്റെ അടുത്ത് വരുന്ന പാടാണ്, കണക്ക് പാടാണ്, OET പാടാണ്, IELTS പാടാണ്, സിവിൽ സർവീസ് പാടാണ്, ഇങ്ങനെ പല പാടും. ഞാൻ ഏത് സ്കൂളിലൊക്കെ പഠിച്ചപ്പോൾ കഷ്ടപ്പെട്ടിട്ടുണ്ടോ ദൈവത്തിൻ്റെ കൃപയാൽ, അവിടെ ഒക്കെ ദൈവകൃപയാൽ മോട്ടിവേഷൻ ക്ലാസ്സുകൾ പോലും കൊടുക്കാനുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഞാൻ എളിപ്പനായി നിന്നതും ഇതാ തലയെ കയറാതെ വിഷമിച്ചതും എൻ്റെ കണ്ണുനീര് വീണിട്ടുള്ളതും ചില വിഷയങ്ങളെയും ചില അധ്യാപകരെയൊക്കെ ശപിച്ചിട്ടുള്ള അതേ സ്ഥലങ്ങളിൽ എൻ്റെ ദൈവം എൻ്റെ ഈ തെറ്റിദ്ധാരണകൾ തിരുത്തി കുറിച്ച് പഠനം വിജയകരമാക്കാം, പഠനം എളുപ്പമാക്കാം, പരീക്ഷയിൽ വിജയിക്കാം, എങ്ങനെ മികച്ച ജീവിതം വിജയം നേടാം, അങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും അത് ഉപകാരപ്പെട്ടുവെന്ന് പിന്നീട് പല മക്കളും പല അധ്യാപകരും സാക്ഷ്യപ്പെടുത്തിയ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. എവിടെ നമ്മുടെ കണ്ണുനീര് വീണോ, എവിടെ നമ്മൾ തിരസ്കരിക്കപ്പെട്ടോ, അവിടെ തന്നെ നമ്മൾ പോലും മറന്നിരിക്കുമ്പോൾ നമ്മൾ ഉയർത്താനും നേട്ടങ്ങൾ നേടിയെടുക്കുവാനും ദൈവം നമ്മളെ പ്രാപ്തരാകും. അപ്പോൾ എന്ത് വേണം? ഉള്ളിലെ ആഗ്രഹം വലുതാകണം. ആഗ്രഹം ചെറുതായാൽ നമ്മുടെ മനസ്സില്ലാത്തതിനെ പിന്തുണയ്ക്കാൻ എന്തു പറ്റും? ശരീരത്തിന് കഴിയുകയില്ല. ചിലർ പറയും ഞാൻ പോകാത്ത ധ്യാനമില്ല, കൂടാത്ത ധ്യാന സെൻറ്റർ ഇല്ല. അവസാനം ഇതിനെയൊക്കെ തള്ളിപ്പറയുന്നവരും പുച്ഛിക്കുന്നവരും കളിയാക്കുന്നവരും ആയിത്തീരും. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, നമ്മുടെ ആഗ്രഹത്തിനൊത്ത് വചനം എഴുതിയാലും പറഞ്ഞാലും കേട്ടാലും ആഗ്രഹത്തിനൊത്ത് നമ്മുടെ മനസ്സ് ഡെവലപ്പാകണം, മനസ്സ് വളരണം, വിശ്വാസം വളരണം. മത്തായി 21:22 ഒരു വചനമുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥനയിൽ ആവശ്യപ്പെടുന്നത് എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ബോധ്യം തരട്ടെ. വിശ്വാസം വർദ്ധിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആഗ്രഹം വലുതാകട്ടെ. അംബിഷൻ, ഗ്രേറ്റ് ഡിസയർ എന്ന് പറയും. അംബിഷൻ, നമ്മുടെ ആഗ്രഹം തീക്ഷ്ണതയുള്ളതാകണം, തീവ്രതയുള്ളതാകണം. ഒരു ശക്തിക്കും നമ്മളെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. വിജയം സുനിശ്ചിതമാണ്. മേഖല ഏതുമാകട്ടെ. പലരും ഇടക്കിട്ട് പിൻവാങ്ങി. വചന ശുശ്രൂഷയിലായാലും ജീവിതത്തിലായാലും ആത്മീയ ശുശ്രൂഷയിലായാലും ലൗകികമായ പരീക്ഷകളിലും അഭ്യാസ പ്രകടനങ്ങളിലും ആയാലും മികവ് നേടാനും വിജയം കിട്ടാനും സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ആഗ്രഹം ശുഷ്കിച്ചത്, മനസ്സ് ശുഷ്കിച്ചതായത് കൊണ്ടാണ്. അതുകൊണ്ട് ഹെബ്രായർ 4:2 പറയുന്നുണ്ട്, അവർ കേട്ട വചനം, ബൈബിളിക്കലായിട്ട് പറഞ്ഞിരിക്കുന്ന ഇതാ, അവർക്ക് പ്രയോജനപ്പെട്ടില്ല, കാരണം അവർ അതിൽ വിശ്വസിച്ചില്ല. അതുകൊണ്ട് നമ്മുടെ മനസ്സ് ശുഷ്കിച്ചു പോകാതെ നമ്മുടെ മനസ്സ് ശക്തിപ്പെട്ടാൽ അതനുസരിച്ച് ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലേക്കും തലച്ചോറിൽ നിന്ന് മെസ്സേജുകൾ വരും, ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടും, ഒരു ഊർജം വരും, ഒരു ശക്തി കിട്ടും, ഒരു വിജയം കിട്ടും, ഒരു ഉയർച്ച കിട്ടും. ഇതാ 10-22 വർഷം കുഞ്ഞുങ്ങളില്ലാതിരുന്ന ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഈ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അത്രയും ഭയങ്കരമായിട്ടൊന്നും പറഞ്ഞു കൊടുക്കേണ്ടി വന്നില്ല. പക്ഷേ എവിടെയൊക്കെ നഷ്ടപ്പെട്ടു പോയ വിശ്വാസവും കൈമുതലായി, പ്രാർത്ഥനയും കൈമുതലായി നേടിയെടുത്ത് അവർ നഷ്ടപ്പെട്ട നാളുകളെ ശപിച്ചുകൊണ്ടിരുന്ന, പരസ്പരം കുറ്റപ്പെടുത്തുന്ന അവസ്ഥയിൽ ഇതാ ഗർഭധാരണം നേടാൻ ദൈവകൃപയാൽ ഇടയായി. ഇങ്ങനെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങളിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയതിനേക്കാൾ മികച്ചതിനെ ദൈവം തരാൻ സാധിക്കും. അതുകൊണ്ട് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റിലൂടെ കിട്ടിയില്ല, അല്ലെങ്കിൽ കിട്ടിയ സ്ഥാപനം അടച്ചുപോയി, പ്രൊബോഷണറി കഴിഞ്ഞപ്പോൾ വിട്ടു, ട്രെയിനിങ് കഴിഞ്ഞിട്ട് കിട്ടിയില്ല, ഗ്യാപ്പ് വന്നു, വേഗം ഓടി കയറിക്കോ. ചെറുതായാലും കിട്ടിയതിൽ കയറിക്കോ. പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് മികവുള്ളതായി ഈ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെ ദാമ്പത്യ ജീവിതം, കുടുംബ ജീവിതം, നമ്മുടെ തൊഴിൽ മേഖല, ഇവിടെ എല്ലാം ഈ വിജയത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയും അത് നമ്മളിൽ വന്ന് നിറയുന്നതായിട്ട് സങ്കല്പിക്കുകയും കിട്ടിയതായിട്ട് കണ്ട് വിശ്വസിച്ച് ദൈവത്തിന് നന്ദിയും സ്തുതിയും പറഞ്ഞു. കിട്ടാനൊന്നും പോകണില്ല, നടക്കാനൊന്നും പോകണില്ല, പണ്ട് പോലെ എനിക്ക് ഇങ്ങനെയാണ് അങ്ങനെയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞ കാര്യം അവൻ എന്തിനു പോയിട്ടും കാര്യമില്ല, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, കഴിവില്ലാത്തവനാണ്, ഇതൊക്കെ നമ്മുടെ തലേന്ന് തള്ളിക്കളഞ്ഞോ. ഇരുമ്പിനെ തുരുമ്പ് പിടിക്കുന്നത് തുരുമ്പ് പുറത്തു നിന്നല്ല വരുന്നത്, ഇരുമ്പിൽ നിന്നാണ്. അപ്പോൾ ഈ തുരുമ്പ് വരാതിരിക്കാൻ നമ്മൾ വാർണിഷും പെയിൻറ്റും പ്രൈമറും ഒക്കെ അടിക്കും. ഇതുപോലെ തന്നെ നമ്മൾ തന്നെ വിശ്വാസത്താൽ, കൃപയാൽ, പരിശുദ്ധാത്മാവിനാൽ, പ്രാർത്ഥനയുടെ ശക്തിയാൽ
നിറയപ്പെട്ടാൽ ആ ശക്തി എഫെസസ് 3:20-21 നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തി. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതുവരെ കിട്ടാത്ത രോഗശാന്തി, അത്ഭുതം, അടയാളം ഇത് പുറത്തു നിന്നല്ല വരേണ്ടത്, എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുണ്ട്. 10,000 കോടി ന്യൂറോൺസാണ് ഈ ലോകത്തെ തന്നെ ചുറ്റി വലഞ്ഞു പിടിക്കുന്ന അത്രയും കപ്പാസിറ്റി ഉള്ള ആ ലോകത്തെ എല്ലാ സൂപ്പർ കമ്പ്യൂട്ടറിനെയും വെല്ലുന്ന ആ സൂപ്പർ കമ്പ്യൂട്ടർ, ലോകത്തിൽ ആർക്കും ഇതുവരെ ചെയ്യാനോ വികസിപ്പിക്കാനോ കണ്ടെത്താനോ സാധിക്കാത്ത ആ മാസ്റ്റർ കമ്പ്യൂട്ടർ, ആ സൂപ്പർ കമ്പ്യൂട്ടറാണ് ദൈവം നമ്മളിൽ വെച്ചിട്ടുള്ളത് എന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് വിശ്വസിക്കുക, വിശ്വസിച്ച് ആ പവർ, ആ ശക്തി, 10,000 കോടി ന്യൂറോൺസ് ഉണ്ട് നമ്മുടെ തലയിൽ. കിനാവള്ളി പോലെ പിടിച്ച് വരിഞ്ഞു മുറുക്കി നമ്മൾ ആഗ്രഹിക്കുന്നതിന് ഏത് തലത്തിലും എത്ര ദൂരെ ആയിരുന്നാലും ആരിലായാലും എന്തിലായാലും ശത്രുവിലൂടെ പോലും നന്മ കൊണ്ടുവരാൻ സാധിക്കും. എൻ്റെ അനുഭവങ്ങൾ കൊണ്ടാണ് പറയുന്നത്. കഴിഞ്ഞ അനേക വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിൽ പലരോടും പറഞ്ഞു കൊടുത്തും പ്രാർത്ഥിച്ചു. ഇതാ ഇനി പ്രാർത്ഥിച്ചാൽ മതി, ഞാൻ പ്രാർത്ഥിച്ചോളാം, ഈ വചനം പ്രാർത്ഥിക്കുന്നു പറഞ്ഞു കൊടുത്താൽ നിങ്ങളെ അവരുടെ വക്കീൽ ഇങ്ങോട്ട് വിളിക്കുന്നതായിട്ട് കണ്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് തീരാത്ത കാര്യം അവരിങ്ങോട്ട് വിളിക്കുന്നതായിട്ട് ഡ്രീം ചെയ്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് കേസുകൾ അവസാനിച്ച, ശക്തന്മാരെ മറിച്ചിട്ട, അഹങ്കാരികളെ തലകീഴ് മറിഞ്ഞ, അത്ഭുതങ്ങൾ നടന്ന, ഡോക്ടർ അസാധ്യമെന്ന് പറഞ്ഞ രോഗങ്ങൾ സുഖപ്പെട്ട നിരവധി സംഭവങ്ങൾ ശുശ്രൂഷാ ജീവിതത്തിൽ ദിനം പ്രതി ഒന്നോണം കേൾക്കുകയും പറഞ്ഞു കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഇത് പറയുന്നത്. ദൈവത്തിൻ്റെ ശക്തി കുറഞ്ഞു പോയിട്ടില്ല, അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല, അവിടുത്തെ കരം കുറുകിപ്പോയിട്ടില്ല. വിശ്വസിക്ക്, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. എനിക്കിത് സാധിക്കും, ദൈവം എനിക്ക് സാധിച്ചു തരും, ഇന്നു മുതൽ ഇത് സംഭവിക്കും എന്ന് ഉറച്ച് വിശ്വസിക്കുക. അപ്പോൾ നിങ്ങളുടെ മനസ്സ് ശക്തിയുള്ളതാകുമ്പോൾ ശരീരത്തിലേക്ക്, അവയവങ്ങളിലേക്ക്, നമ്മൾ ഏർപ്പെടുന്ന കാര്യങ്ങളിലേക്കെല്ലാം ഈ മെസ്സേജ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യും. പരിശുദ്ധാത്മാവ് കടന്നു വരും. മാലാഖമാരെ സങ്കീർത്തനം 34:7 കാവൽ നിൽക്കുന്ന, ദൈവഭക്തനു ചുറ്റും പാളയം അടിച്ച് സംരക്ഷിക്കുന്ന മാലാഖമാരുടെ ഇടപെടലുണ്ടാകും. അത്ഭുതകരമായ ശക്തികൾ സറൗണ്ടിങ്ങിൽ നിങ്ങളെ വലയം ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ ഒറ്റക്കിറങ്ങിയാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്നെയും നിങ്ങളെ ഈ ലോകത്തിലേക്ക് സൃഷ്ടിച്ച് നമ്മൾ പറയാതെ തന്നെ പറഞ്ഞു വിട്ട ദൈവം നമ്മുടെ സഹായത്തിനുള്ളതെല്ലാം കൂടെ വിട്ടിട്ടുണ്ട്. നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുകയോ കേൾക്കാത്തത് കൊണ്ട് നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോകും. അതുകൊണ്ട് ഡിസപ്പോയിൻറ്റഡ് ആകേണ്ട. ഗ്രേറ്റ് ഡിസയർ ഡെവലപ്പ് ചെയ്യുക. എഫെസസ് 3:20-21 നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തി, ഈ ശക്തി വളരണം. ഈ ശക്തി ദൈവത്തിൻ്റെ ശക്തി, നെഗറ്റീവ് എനർജി അല്ല, തിന്മയല്ല, വിശുദ്ധി വളരണം. പരിശുദ്ധാത്മാവ് നിറയണം. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. അത്ഭുതം നടന്നിരിക്കും. നിങ്ങളുടെ കമൻസുകൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ അയക്കുക, ലൈക്കുകൾ ചെയ്യുക. നിങ്ങൾക്കിത് പ്രയോജനപ്രദമെങ്കിൽ സെയിൻറ്റ് മേരീസ് പേയ്മെൻറ്റിൻ്റെ ശുശ്രൂഷ കിട്ടാത്ത അനേകരിലേക്ക് ഷെയർ ചെയ്ത് പ്രേക്ഷകരെ പങ്കുകാരാകാം. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.